കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര റോഡിലൂടെയുള്ള നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹിൽ ഹൈവേ റൺ അതിന്റെ ഫിനിഷിംഗ് മൂവിലേക്ക് ഓടി എത്തുകയാണ്. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനും ആരാധകരുള്ള മോഡലും ഒക്കെ മിലിന്ദ് സോമൻ ആണ് ഒരു പയർ പോലെ ഓടുകയാണ്. അത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഒരു കുഴപ്പമില്ല, ജിൽ എന്ന് ഓടുകയാണ്. രാഹുൽ വിജയൻ ആ വാർത്തയുടെ ചേരുന്നു. രാഹുൽ കൂടെ ഓടുവാന്നോ? നേരത്തെ ഓടുന്നൊക്കെ കണ്ടായിരുന്നു. ഹാഷ്മി കുറച്ചു ദൂരം ഓടി, അതിനുശേഷം കാറിൽ കയറേണ്ടി വന്നു. അദ്ദേഹത്തിനൊപ്പം ഓടിയെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹത്തിനൊപ്പം ഓടാൻ പറ്റുന്ന ആളുകൾ ഒരുപാട് പേര് ഓടുന്നുണ്ട്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയാണ് അതിൻ്റെ ഈ ഹിൽ ഹൈവേ റണ്ണിൻ്റെ ലാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസാന ലാപ്പിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ്. കൂടെ ഓടാൻ ഒരുപാട് പേരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്, വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്തായാലും ഈ മലയോര ഹൈവേയുടെ നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കിഫ്ബി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം കേരളത്തിലെ 13 ജില്ലകളിൽ കൂടിയും ഈ മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിൽ നമുക്ക് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ പോകുന്നത് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ ഉള്ളത് ഏകദേശം 41 കിലോമീറ്ററാണ്. അതിൽ 200 കോടിയിലധികം രൂപ മുടക്കിയാണ് സംസ്ഥാന സർക്കാരാണ് കിഫ്ബി വഴി ആ പണം പൂർണ്ണമായിട്ട് മുടക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ അവരുടെ വലിയ പദ്ധതി എന്ന നിലയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാർ അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ആദ്യ റീച്ചായിട്ട് കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. രണ്ടാം റീച്ച് അത് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയാണ്. അതിൻ്റെ നിർമ്മാണവും പൂർത്തിയായി എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഹിൽ ഹൈവേ റൺ നടത്തുന്നത്. ഈ മിലിന്ദ് സോമൻ ഒരു ഹോളിവുഡ് താരമാണ്, അതുപോലെ തന്നെ ദീർഘദൂര ഓട്ടക്കാരനാണ്. അദ്ദേഹം 450 കിലോമീറ്റർ ദൂരം ഓടിയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ഓട്ടം അദ്ദേഹം നടത്തിയിരുന്നു. ഈ ചെരുപ്പ് ഇടാതെ ഓടുന്ന ബെയർ ഫൂട്ടഡ് റണ്ണാണ് ഇദ്ദേഹം നടത്തുന്നത്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഓട്ടത്തിനൊപ്പം പങ്കുചേരാൻ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കേറ്റേഴ്സ് ഉണ്ട്. വലിയ ജനപങ്കാളിത്തമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കുട്ടിക്കാനം പാതയുടെ ഒരു പ്രത്യേകത തന്നെ ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നമ്മുടെ മൂന്നാറിലൂടെ ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. അതേ മാതൃകയിൽ തന്നെ അതേ രീതിയിൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു റോഡ് എന്നതാണ് ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ആ കാഴ്ച ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഓട്ടക്കാരെല്ലാവരും ഈ മിലിന്ദ് സോമനൊപ്പം ഓടുകയും ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ ഇത് വലിയ വിജയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുക തന്നെ ചെയ്യണം. അവസാനം ചപ്പാത്തിൽ എത്തുമ്പോൾ ഈ ഹിൽ ഹൈവേ റണ്ണിൽ പങ്കെടുത്ത എല്ലാ ഓട്ടക്കാർക്കും സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് രാവിലെ 7 മണിക്ക് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇനി ഇതിന് ശേഷം 11 മണിക്ക് കട്ടപ്പനയിൽ മറ്റൊരു പരിപാടി കൂടിയുണ്ട്. അത് ഈ പൂർത്തീകരിച്ച മലയോര ഹൈവേയുടെ ഉദ്ഘാടനം കൂടിയാണ് നടത്തപ്പെടുന്നത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അവിടെയും വലിയ വിപുലമായ പരിപാടികൾ തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപരിപാടികൾ ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല ഈ അടുത്താണ് ബഡ്ജറ്റിൽ കട്ടപ്പന കമ്പം തുരങ്കപാത പ്രഖ്യാപിച്ച അതിൻ്റെ സാധ്യതാ പഠനമൊക്കെ വേണ്ടി 10 കോടി രൂപയൊക്കെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി കൂടി അവിടെ നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആഘോഷത്തോടു കൂടി ഇത് മലയോര മണ്ണിൻ്റെ ഒരു ആഘോഷമായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കക്ഷി രാഷ്ട്രീയമോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ആളുകളും ഒരേപോലെ ഈ ഓട്ടം കടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ വലിയ ജനപങ്കാളിത്തം ആളുകൾ, അതായത് ഈ ഓട്ടത്തിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ടല്ലോ, ഈ റോഡ് സൈഡിൽ വീടുള്ള ആളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ റോഡ് സൈഡിൽ ഇതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കുടിവെള്ളമാകട്ടെ, അവർക്ക് ചെറിയ ലഘുഭക്ഷണമാകട്ടെ, അതൊക്കെ നൽകിക്കൊണ്ട് എല്ലാ സഹായവുമായിട്ട് ഇതിനൊപ്പം തന്നെ വലിയ ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മലയോര നാടിൻ്റെ ഒരു ആഘോഷമായി ഈ കിഫ്ബിയുടെ ഹിൽ ഹൈവേ റണ്ണ് എന്നാണ് പറയാൻ കഴിയുക. അത്രത്തോളം മനോഹരമായി തന്നെ ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ മാരത്തോണിൽ ഓടുന്നവരെക്കാൾ കൂടുതൽ വാഹനങ്ങൾ പിന്നാലെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതിലൊരു വാഹനത്തിലാണ് രാഹുൽ വിജയൻ. രാഹുൽ ആദ്യം കുറച്ച് സമയം കൂടെ ഓടിയപ്പോഴേക്ക് മനസ്സിലായി അത് നമ്മൾ വാർത്ത പറയുന്ന പോലെ അത്ര എളുപ്പമല്ല മിലിന്ദ് സോമനൊപ്പം ഓടുന്ന കാര്യം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ച്
വാഹനത്തിൽ കയറിയതിന്റെ പിന്നാലെ വരികയാണ്. മിലിൻ സോമൻ ഒരു കുഴപ്പമില്ല. മിലിൻ സോമൻ എന്ന് പറഞ്ഞാൽ ഇത് മിലിൻ സോമൻ ഈ റോഡൊക്കെ പുഷ്പം പോലെ ഓടിക്കയറാൻ പറ്റിയ റോഡാണ്. ഇതിനേക്കാൾ വലിയ ദുർഘടം പിടിച്ച മാരത്തോണൊക്കെ ഓടുന്നത്. അതാ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മറ്റുള്ളവരൊക്കെ ഷൂ ഇട്ടിട്ടുണ്ട്, അദ്ദേഹം ചെരുപ്പിടാതെ ഓടുന്നത്. അപ്പൊ ഇത്രയുള്ള ഇതിനേക്കാൾ വലിയ ഓട്ടങ്ങൾ കണ്ട മിലിന്ദിന് ഇതൊന്നൊരു ഓട്ടമല്ല. അപ്പൊ അങ്ങനെ ഓടി 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 അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.